ഇന്ന് വീണ്ടും ഞാൻ ഡെന്നീസിൻ്റെ കൂടെയാണ്. അടാട്ടാണ് സ്ഥലം. അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. പ്ലേസിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയാം പിന്നെ. അപ്പോൾ ഇന്ന് അവൻ വേറെ രണ്ടാമതൊരു സൈക്കിൾ ഉണ്ടാക്കുന്ന കാര്യം അന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ മേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ആ സാധനം കണ്ട. പൊള്ളി സാധനമാണ്, ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. ഇതപ്പോൾ കിടന്ന് ചവിട്ടണതാണല്ലേ ഡെന്നീസ്? അതാണ് ഈ സാധനം. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ അപ്പോൾ എന്തൊക്കെയാണ് ഡെന്നീസേ? നമ്മുടെ സാധാരണ സൈക്കിൾ നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചവിട്ടുമ്പോൾ നമുക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് സുഖമായിട്ട് ഇത് പണ്ടത്തെ ചാര് കസാരയിൽ പോകണ മാതിരി നമുക്ക് സുഖമായിട്ട് ചാരി കിടന്നുകൊണ്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഈ സൈക്കിൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ഒരു സ്ഥലത്തേക്ക് പോകും അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ല. നമുക്കെല്ലാം ആസ്വദിച്ച് പോകണം, ഒരു സ്ട്രെസ് റിലീസ് ചെയ്ത് പോകണം. നമുക്ക് പോവാം, അങ്ങനെ ഒരു രീതിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കിനി മോട്ടർ കാര്യങ്ങളൊക്കെ വരാനുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നല്ല സ്പീഡ് കിട്ടും. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പോകുന്നത് മോട്ടർ? പിന്നെ ഇതിൽ 3 മോട്ടർ വരും. അതായത് ഈ 4x4 എന്നൊക്കെ പറയുന്ന മാതിരത്തെ ഒരു രീതിക്ക് നമുക്ക് ഓഫ് റോഡൊക്കെ പോകാവുന്ന രീതിക്ക് സോളാർ വരും, ക്യാമ്പർ വരും. നമുക്കൊരു ലോങ് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ സംവിധാനങ്ങളും അതൊക്കെ അപ്പൊ ഇതിൽ ആഡ് ചെയ്താലും താങ്ങൂല്ലേ? താങ്ങും. 3 മോട്ടർ നമ്മൾ വെക്കുന്നുണ്ടല്ലോ, അത് നമ്മള് ചവിട്ടുന്നതിനനുസരിച്ച് കറങ്ങുന്ന ടൈപ്പ്. ഇതും എങ്ങനെയാ വർക്ക്ഷോപ്പിൽ മേക്ക് ചെയ്തെടുത്താണോ? അല്ല, നമുക്ക് ഈ ചേസ് നമ്മൾ വീട്ടിലിട്ട് വെൽഡ് ചെയ്തതാണ്. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് സന്തോഷ് കൊണ്ടൊരു ചേട്ടനുണ്ട്. ഇത്രയും സ്ട്രക്ചർ അല്ല, അതായത് ഈ ഒരു ഏരിയ കേട്ടോ, ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ആളെ കൊണ്ടാണ് വെൽഡ് ചെയ്യിപ്പിച്ചത്. പിന്നെ സീറ്റിന്റെ ഈ ഒരു ഭാഗം മാത്രം ഇവിടത്തെ നമ്മളിങ്ങനെ വളച്ചടിച്ചൊക്കെ വേറെ സ്ഥലത്ത് നമുക്ക് അവിടെ സ്ക്രൂ ചെയ്യാനുണ്ട്. ഇതെന്താ മെറ്റീരിയൽ? ഇതും ഇരുമ്പാണ്. റെക്സും വെറുതെ ഒട്ടിച്ചേക്കും. സംഭവം കൊള്ളാം എന്തായാലും. ഓക്കെ, നമ്മൾക്ക് ഇനി ഇതൊന്ന് ചവിട്ടിയിട്ട് എങ്ങനെ ഉണ്ട് കാണാം. ഓക്കെ ടെന്നീസ്, അപ്പോൾ നമ്മളിതിൽ ഇരിക്കണത് എങ്ങനെയാണ്, ചവിട്ടണത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാം. അതായത് ഇത് ഇരിക്കണതിന് ഒരു രീതിയുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇരിക്കാൻ പറ്റില്ല. അതായത് ഇങ്ങനെ വരും, നമ്മൾ നിൽക്കും, കാലിങ്ങനെ ഇടുക, ഇങ്ങനെയൊക്കെ ഇട്ടില്ലേ. എന്നിട്ട് നമ്മുടെ സീറ്റിന്റെ ബാക്കില് നമ്മൾ വിചാരിക്കും സെറ്റിങ്സ് ആണ്, നമുക്ക് പെട്ടെന്ന് എണീക്കാൻ വേണ്ടി സീറ്റ് പൊങ്ങി തരണാണ്. അതല്ല സത്യം, നമ്മൾ സ്ക്രൂ ഇട്ടിട്ടില്ല. അപ്പൊ നമുക്കിതിങ്ങനെ ചാരി പിടിച്ചിട്ട് ഇങ്ങനെ വേണം ഇരിക്കാൻ. ഇങ്ങനെ ഇരുന്നതിന് ശേഷം അതല്ല, നമ്മൾ ഇവിടെ കാല് വെച്ചിട്ട് ഇരിക്കും. അപ്പൊ നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഇവിടെ സ്ക്രാച്ച് വരും. നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഇത് നേരെയാക്കി ടയർ കാലെടുക്കുന്നു, വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, പിന്നെ ചവിട്ടി പോകുന്നു. ഇതില് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു പൊസിഷന് പ്രശ്നം വല്ലതും ഉണ്ടോ? കഴുത്തിനോ അങ്ങനെ എന്തെങ്കിലും? ഇവിടെ നമുക്ക് ഒരു സാധനം കൂടി വരാറുണ്ട്. എന്റെ ഹൈറ്റിനല്ല നമ്മൾ സീറ്റ് ചെയ്തേ, ബാക്കിയൊക്കെ എന്റെ ഹൈറ്റിനാണ്, സീറ്റ് എന്റെ ഹൈറ്റിനല്ല. അപ്പൊ നമുക്ക് ഇവിടെ സപ്പോർട്ട് ഇല്ല, നമുക്ക് ഇങ്ങനെ ചാരി കിടക്കണ്ടായിരുന്നു. തല നേരെ വെക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ മുടി വെട്ട് കടയിലൊക്കെ കണ്ടില്ലേ സീറ്റിന്, അതുപോലത്തെ ഒരു സംഭവം ഇവിടെ വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ നേരെ, അപ്പൊ നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടും. ഗെറ്ററൊക്കെ വരുമ്പോ നമുക്ക് അപ്പൊ കാണാം. പിന്നെ ഗിയർ ഷിഫ്റ്റ് നമുക്കിപ്പോ നിലവിൽ ബ്രേക്ക് മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഗിയറിൽ നമ്മൾ അറ്റാച്ച് ചെയ്തില്ല. ഗിയർ സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ ആയിട്ട് നമ്മൾ വേറൊരു രീതിക്ക് അപ്പൊ ഗിയർ വെച്ചേക്കണം. അത് നമുക്ക് ഇതിലേക്ക് മാറ്റണം. ഇവിടെ ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ ഗിയർ. നമുക്ക് അതിൽ ഗിയറിന്റെ പണി നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ജസ്റ്റ് വെറുതെ കേബിൾ കൊടുത്ത് ബ്രേക്ക് കൂടെയാണ് വരിക. ഓക്കെ, നമുക്ക് ചവിട്ടാം. പ്ലേസും സൂപ്പർ. ആമ്പലാണ് കേട്ടോ, അതിലൊക്കെ ആമ്പലുണ്ട്. വേറെ പൂമുടി പുതിയത് വന്നിട്ടുണ്ട്. It's all about humanity. It's all about humanity. ഹലോ, അപ്പൊ ഞാൻ കയറി നോക്കാണ് കേട്ടാ. അടിപൊളി പൂവാണ്ട ഞങ്ങളുടെ നാടിന്റെ ഭംഗി. എങ്ങനെ കിടക്കാൻ ഫ്രണ്ട് വ്യൂ കിട്ടുന്നുണ്ട്.
സ്റ്റാർട്ടിങ് ഉള്ളു, ചവിട്ടി തുടങ്ങിയാൽ പിന്നെ സെറ്റാ, സ്മൂത്ത് ആവും. ഗിയറിന്റെ പണി കഴിയാത്തതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നല്ല സുഖമുണ്ട് ചവിട്ടാൻ. സ്റ്റിയറിംഗ് ഒക്കെ വളരെ സ്മൂത്താണ്, കാറിന്റെ ഒക്കെ പവർ സ്റ്റിയറിംഗ് പോലെ. It's all about humanity. About humanity. It's all about humanity. 3D വർക്കൊക്കെ ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ട് ആണ് ഡെന്നിസ് ഇങ്ങനെ എഞ്ചിനീയറിംഗ് വർക്ക് പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ ചെയ്തിട്ടുള്ള നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ എല്ലാ മോഡൽസും നമ്മൾ അങ്ങനെയാണ്. ഗ്രാവിറ്റി ബൈക്ക് ഉൾപ്പെടെ നമ്മൾ ഇതുമാതിരി മോഡൽ ചെയ്തതിന് ശേഷം നമ്മൾ ഉറപ്പ് വരുത്തും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഡെന്നിസിൻ്റെ ടീമാണ്, ഈ ഒരു സൈക്കിൾ ഉണ്ടാക്കിയ ടീമാണ് കേട്ടോ. അപ്പോൾ ഇത് വരുമ്പോൾ കണ്ടോ, ഇനിയുണ്ട് ആൾക്കാർ ഇനിയുണ്ട്. അവരോടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ചേർന്നാണ് ഈ ഒരു സൈക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നതാണ്, ഡ്രോണിൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. ആശീർവാദ്, അമൽജിത്ത്, ഡെന്നിസ്. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു റെക്കമെൻഡ് നല്ല മോഡൽ ഒരു റെക്കമെൻഡ്. അപ്പോൾ ഈ ഒരു സൈക്കിളിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇത് കാണണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ അടാട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഡെന്നിസിൻ്റെ ചാനൽ നോക്കിയാൽ ഡെന്നി ദ മേക്കർ. അപ്പോൾ നമ്മൾ ആ ചാനലും കൂടെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് കണ്ടോ, ഇവിടുത്തെ ഇത്രയും നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. സൈനിങ് ഔട്ട് വിത്ത് അമൽജിത്ത്, ഡെന്നിസ്, അജു പത്മനാഭൻ.